ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ തന്നെ റെഡിയായി കാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കമാണ്. അപ്പോൾ എല്ലാവരും ഓരോ കോണിൽ നിന്ന് റെഡിയായി വരുന്നുണ്ട്. ഞങ്ങളും പിള്ളേരും എല്ലാം റെഡിയായി. ഇനി വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്. വണ്ടി എന്ന് വെച്ചാൽ ജീപ്പിലാണ് പോകുന്നത്. അല്ല നമ്മൾ സാധാ കാറോ കാര്യങ്ങളൊന്നും കാട്ടിൽ പോകാൻ പറ്റത്തില്ല. നല്ല റോഡൊക്കെ ഭയങ്കര 4 വീൽ ഡ്രൈവ് ഉള്ള വണ്ടികൾ മാത്രമേ പോകത്തുള്ളൂ. ആ വരുന്ന ആൾ ഉണ്ണിയാണ്, മകേഷിൻ്റെ മാമൻ്റെ മോനാണ്. പുള്ളി ജീപ്പ് വിളിക്കാൻ പോയതാണ്. ജീപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ചങ്ങോട്ട് നടന്നിട്ട് വേണം നമുക്ക് ജീപ്പിലോട്ട് പോകാൻ. ഒരു 500 മീറ്ററോളം ഉണ്ട് ആ ഇറക്കം. അങ്ങനെ അവരുടെ വീട്ടിലോട്ട് പോകാനായിട്ട്. നല്ല വൈബുള്ള സ്ഥലമാണ്. നല്ല സ്ഥലം വെച്ചാൽ നല്ല സ്ഥലം. കോടമഞ്ഞും അത് ഇതും ചെറിയ മഴയും നല്ല രസമുള്ള സ്ഥലമാണ്. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ കുറച്ച് സ്റ്റേ ചെയ്യാം. അങ്ങനെ നമ്മൾ കാട് കയറി തുടങ്ങി. നല്ല വൈബുണ്ട്. പക്ഷേ വണ്ടിയൊന്നും ഇതുവരെ പോയിട്ടില്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ. വണ്ടി കിടന്ന് എന്താ ക്ലച്ചും ഗിയറും എല്ലാം പോകുമെന്ന് തോന്നുന്നു. നല്ല ബുദ്ധിമുട്ടുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എടുക്കാനും ഭയങ്കര ഹാർഡാണ്. കാര്യം പിടിച്ചിരിക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ക്യാമറ ഒന്നും എടുക്കാനും പറ്റുന്നത്. പിന്നെ ഗോപ്രോയിലാണ് എടുക്കുന്നത്. തൽക്കാലം ഗോപ്രോ അവിടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എടുക്കുകയാണ്. അങ്ങനെ കുറച്ച് പേര് ചെന്നപ്പോൾ ഞങ്ങൾ വണ്ടി ഒരു കല്ലിൻ്റെ മണ്ടയ്ക്ക് സ്റ്റക്കായി. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി തള്ളണം. കുറച്ച് കമ്പൊക്കെ മാറ്റി തള്ളണം. അങ്ങനെ നമ്മുടെ കൂടെ 3 വേറെ ആൾക്കാരോട് കൂടിയിട്ടുണ്ട്. അത് അന്ന് മഹേഷിൻ്റെ റിലേറ്റീവ്സാണ്. അവർ നമ്മളോട് വന്ന് കാട്ടിലോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാത്ത സ്ഥലമല്ല. അപ്പം അങ്ങനെ അവരെ കൂടെ കൂട്ടി. അവർ കാടൊക്കെ വെട്ടിത്തെളിച്ചൊക്കെ പോകുന്നു. എന്തൊരു കമ്പൊക്കെ വീണ് കിടക്കുന്നു, അത് വെട്ടിത്തെളിച്ചൊക്കെയാണ് പോകാൻ വേണ്ടിയിട്ടാണ് അവരെ കൂടെ കൂട്ടിയത്. അത് കാടൊക്കെ വെട്ടിക്ക് തെളിക്കുന്ന നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വഴി വീണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. വണ്ടി ടയറെല്ലാം സ്ലിപ്പ് ആവുന്നതുകൊണ്ട് വണ്ടി കയറി പാനും ഭയങ്കര ബുദ്ധിമുട്ട്. കണ്ട റോഡ് പോലും ഇല്ല ഇവിടെ. നമ്മൾ ആ ഒരു പാത്തിയില്ല, പക്ഷെ ആ ഒരു വേ ഉണ്ട്. ഐ മീൻ എന്ത് പറയുന്നത്, വെട്ടിത്തെളിച്ചിരിക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പം അങ്ങനെ അതുവഴി അങ്ങ് പോവുകയാണ്. എന്തായാലും നമ്മുടെ വണ്ടി എന്തായാലും സ്റ്റക്കായി. മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഒരു കല്ല് സ്റ്റക്കായി. പിന്നെ എന്തായാലും കല്ല് മാറ്റിയൊക്കെ വേണം നോക്കാനായിട്ട്. ഇനി അതൊന്ന് ട്രൈ ചെയ്യട്ടെ. അങ്ങനെ ഏകദേശം 3/4 മണിക്കൂറോളം ട്രൈ ചെയ്ത് കല്ലൊക്കെ മാറ്റി കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് നമ്മുടെ വണ്ടി കയറി വരുന്നുണ്ട്. കുതിര പോലെ കയറി വരുന്നുണ്ട്. ആനയുണ്ട് ഇറങ്ങുന്നത്. അടി ആനപ്പിണ്ടൊക്കെ ഇറങ്ങും. ഗായ്സ് വണ്ടി പോകണമെങ്കിൽ ഇതുപോലെ കാടൊക്കെ വെട്ടി തെളിച്ച് വേണം പോകാൻ. വണ്ടി കൂത്തില്ല. അപ്പം പിന്നെ ഇതെല്ലാം വെട്ടുകയാണ്. ഞങ്ങളിപ്പം കാട്ടിലാണ്. അപ്പോൾ ആകെ ഇപ്പോൾ 2 ഫാമിലിയുള്ളൂ ഇപ്പോൾ ഇവിടെ. എല്ലാവരുടെയും ഫോട്ടോ എടുക്കുവാണോ? എല്ലാവരും പോയി ഇവിടുന്ന് താമസമൊക്കെ മാറി. ഡോർമാൻ ഇങ്ങോട്ട് പൊടി. എന്നാ നീ അവിടെ നിന്നോ. അനീഷ കുട്ടിയോടെ പോട്ടെ. ഇതാന്നോ ഇതാണ് കല്ലറാ. ഒറ്റക്കല്ല കീറി വെച്ചേക്കുന്നേ. നീ ഉദ്ദേശിച്ച് ഇങ്ങനെ കെട്ടി പൊതിഞ്ഞ് വെച്ചേക്കുന്നതാണോ? കോൺക്രീറ്റ് ഒന്നും അല്ല, കല്ല. ഇത് കല്ലടി. മറ്റേ മേളിൽ അതേമാതിരി.
ഇതും കുറെ മാന്തിയായിരുന്നു അടിയിലോട്ട്. ആര് ആർക്കിയോളജി കേൾക്കാരോ? പിന്നെ അല്ല നിധി വല്ലതും കിട്ടിയാലോ ഒന്നും പറഞ്ഞു. വാ എടുത്തു. കായലിൽ അട്ട കയറി ഒരു താഴെ വേണ്ട ചെറുപ്പം വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തടിയൊക്കെ മാറ്റിയൊക്കെയാണ് പോകുന്നത്. ഉണ്ട് കാറ് കൈ അത് അങ്ങനെ നമ്മൾ റോഡിലോട്ട് കിടക്കുന്ന ചെറിയ ചെറിയ മരങ്ങളുടെ ശിഖരങ്ങളും വള്ളികളും അതൊക്കെ വെട്ടിമാറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യാത്ര. അതുപോലെ അട്ടയുടെ ശല്യം ഭയങ്കരമായിരുന്നു. മഴ പെയ്ത സമയം കൊണ്ട് അട്ടശല്യം ഭയങ്കര അട്ടശല്യം. താഴെ നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അട്ട കാലേ കയറുമായിരുന്നു. എന്നാലും ഞങ്ങളിതൊന്നും വകവെക്കാതെ മുന്നോട്ട് വേണം. അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം മുന്നോട്ടുള്ള അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. കാര്യം വലിയ മരങ്ങളൊക്കെ വീണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ചെറിയ മരങ്ങളാണെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റി വള്ളിയൊക്കെ മുറിച്ചൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ മകേഷ് മരത്തിൻ്റെ മണ്ട കയറി ഇരിക്കുന്ന പോലെ വണ്ടിയുടെ പുറകെ കൂടിയിട്ടുണ്ട്. ഒരു പ്രത്യേകതരം പഴമാണ്, മൂട്ടിപ്പഴം എന്ന് പറയും. ഈ പഴം മൂട്ടിപ്പഴം എന്ന് പറയും. നമ്മുടെ റംബുത്താൻ്റെ കൂട്ടൊക്കെ തന്നെ ഉണ്ട്, പക്ഷെ മധുരമല്ല, പുളിയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൂടെ കൊണ്ടത്. ഇവർക്ക് കാടും അറിയാം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളെ പറഞ്ഞും തരും. നമ്മുടെ കൂടെ ആദ്യം ഞാൻ പറയില്ല 3 പേരുണ്ടായിരുന്നു, മകേഷിൻ്റെ റിലേറ്റീവ്സ്. കുറച്ച് കാട്ടിലോട്ട് കയറിയപ്പോൾ അവിടെ ഞാൻ മുമ്പേ കാണിച്ചില്ലായിരുന്നു രണ്ട് ഫാമിലി ഉള്ളതെന്ന്. അവരും അവിടെ നിന്ന് മാറാൻ നോക്കിയിരിക്കണം. ആർക്കെങ്കിലും വേണമെന്നുള്ള സ്ഥലം കൊടുത്തിട്ട് അവർ പോകും എന്നുള്ള രീതിയിൽ അവരിരിക്കുന്നത്. കാര്യം ഇപ്പോൾ ആനശല്യം ഭയങ്കരമാണ്. അവർ ഫെൻസിങ് ഒക്കെ കെട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ആനശല്യം ഭയങ്കരമാണ്. അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടനോട് നമ്മളോട് പോയിട്ടുണ്ട്. ആ ചേട്ടനാണ് ആ മൂട്ടിപ്പഴം കാണിച്ചത്. നമ്മൾ ഇവരോടുള്ളപ്പോൾ ഇവർ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരും. കാര്യം ഇവർക്കറിയാം ഡേഞ്ചറായിട്ടുള്ള സ്ഥലം ഏതാണ്, എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാം. അപ്പോൾ അവർ നമ്മുടെ കൂടെ നല്ല ഒരു ഇതായിട്ടാണ് നമ്മളിവിടെ വന്നത്. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നഗരങ്ങളിൽ താമസിക്കുന്നവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർ ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ കൂടെ നമ്മളൊന്നും കൊടുത്തിട്ട് ഒന്നുമല്ല, നമ്മുടെ കൂടെ വന്ന് മരമൊക്കെ വെട്ടി നമ്മളെ കാണിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോവാണ് അവർ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോന്നപ്പോൾ ഒരു വലിയ മരം വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് വണ്ടി പോകാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വേറൊരു റൂട്ടിലോട്ട് പോകണം, വേറൊരു വെള്ളച്ചാട്ടം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടന്മാർ നമ്മളെ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണം. അപ്പം നമ്മളങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ചെറിയൊരു അരുവിയാണ്, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഈ യാത്ര ഒരിക്കലും മറക്കാത്തൊരനുഭവമാണ്. വെള്ളച്ചാട്ടവും കാടും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവർ പറഞ്ഞിട്ട് നേരത്തെ വരണം. അപ്പം വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം കാട്ടിൽ പോയി നിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ നമ്പരും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇതൊന്ന് ടയേർഡായിട്ട് ഇരിക്കാന്ന് തോന്നുന്നു. അട്ടൻ ശല്യം ഭയങ്കരമാണ്, ഒന്നും പറയാനില്ല. താഴെ നിന്ന് അപ്പം കയറി കളയട്ട. ഞങ്ങൾ ഉപ്പൊക്കെ ആയിട്ട് ഇറങ്ങിയത്. ഉപ്പും അട്ട കയറും, ഉപ്പിടും, അട്ട കയറും, ഉപ്പിടും. എന്തായാലും ഞങ്ങളങ്ങനെ ഓരോ സ്ഥലങ്ങൾ പിന്നിട്ട് കാട്ടിക്കൂടുള്ള യാത്ര തുടരുകയാണ്. ഒരു പക്ഷെങ്കിൽ ഈ റോഡും ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് പോകും. കാര്യം ലേറ്റും ആകുന്നുണ്ട്. കാര്യം നൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആനശല്യമൊക്കെ ഉള്ള, ആന, പന്നി, ഇതിൻ്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. പിന്നെ ഫോറസ്റ്റുകാരൊന്നും അനുവദിച്ചിട്ടൊന്നും അല്ല നമ്മളീ പോകുന്നത്. അപ്പം അതും ഒരു ഇതാണ്. ഇപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ റോഡ് ഓക്കെ ആണെങ്കിൽ നമ്മൾ പോയില്ല, നമ്മുടെ തിരിച്ചിറങ്ങും.
മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ കാടിനുള്ളിലേക്ക് കൂടുതൽ കയറാൻ പറ്റിയിട്ടില്ല. കാര്യം മരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒടിഞ്ഞു വീണ് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല, നമ്മുടെ വണ്ടി പോയില്ല. കാര്യം വലിയ മരങ്ങളല്ല. ഇതൊക്കെ എൻ്റെ നമ്മളോട് വന്ന ചേട്ടന്മാർ എല്ലാം വെട്ടി ഒക്കെയാണ് നമ്മളെ കൊണ്ടുപോയത്. അവർ മാക്സിമം ശ്രമിച്ച് നമ്മളെ അകത്തുനിന്ന് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് കയറി ഓൾമോസ്റ്റ് ഒരു 25 കിലോമീറ്റേഴ്സ് നമ്മൾ ഉള്ളിലോട്ട് പോയി. അതിനുള്ളിലോട്ട് കോർ വനത്തിലോട്ട് നമ്മൾ പോയിട്ടില്ല. ഇനി ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. നേരെ സന്ധ്യ ആറാവുന്നു. ഇനി തിരിച്ചിറങ്ങി ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ പോകണം. അതായത് വീട്ടിൽ ചെന്നിട്ട് വെച്ചാൽ മഹേഷിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആന കയറാതിരിക്കാൻ കിടങ്ങല്ല നേർന്നു കഴിഞ്ഞാൽ പിന്നെ ആന സോളാർ വല്ലതും ഉണ്ടാവും. ചേട്ടാ ചവിട്ടിക്കോ.